നിരന്തരം മാധ്യമങ്ങൾ വഴി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. അൻവറിന്റെ നിലപാട് പാർട്ടി ശത്രുക്കൾക്ക് ആക്രമിക്കാനുള്ള ആയുധമായി മാറുന്നു. ഇത്തരം നിലപാടുകൾ തിരുത്തണമെന്നും പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും CPIM ആവശ്യപ്പെട്ടു. ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആദ്യം ഒരു അഭ്യർത്ഥനയായിരുന്നു, പിന്നെ അതൊരു നിർദ്ദേശമായി മാറി. ഏതായാലും അൻവറിനെ തള്ളുകയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇത്തരത്തിൽ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു കാരണവശാലും യോജിക്കാനാകില്ല. ഒപ്പം അത് മറ്റുള്ളവർക്ക്, ശത്രുക്കൾക്ക് ആയുധമാകുന്നതിന് ഇടയാക്കുന്നു എന്നുകൂടിയാണ് CPIM പറഞ്ഞു വെക്കുന്നത്. അതായത് പാർട്ടിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അൻവറിന്റെ നിലപാടുകൾ എന്നത് തന്നെയാണ് വീണ്ടും അടിവരയിടുന്നത്. വിനിത, മുഖ്യമന്ത്രി PV അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ CPIM സംസ്ഥാന നേതൃത്വവും അൻവറിനെ പൂർണ്ണമായും കൈവിടുകയാണ്. അൻവറിനെ തള്ളിപ്പറയുന്ന ഒരു പ്രസ്താവനയാണ് ഉച്ചയ്ക്ക് CPIM സെക്രട്ടേറിയറ്റിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിയുടെ അംഗമല്ലെങ്കിലും പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി അംഗമാണ്, നിയമസഭാ കക്ഷി അംഗമാണ് അൻവർ എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് പ്രസ്താവന. എന്നാൽ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഇത്തരത്തിൽ പ്രചാരണങ്ങൾ നടത്തുന്നതും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും തെറ്റായ രീതിയാണ്. ആ രീതി അവസാനിപ്പിക്കണം എന്നാണ് അൻവറിനോട് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും ആരോപണങ്ങളുമെല്ലാം രാഷ്ട്രീയ എതിരാളികൾക്ക് സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധ നൽകലാണ്. അതുകൊണ്ട് ഈ പാർട്ടിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് അൻവർ പിന്മാറണം എന്ന അഭ്യർത്ഥനയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഈ പ്രസ്താവനയ്ക്ക് ഉള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് അൻവറിന് പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് വലിയ തോതിൽ പിന്തുണ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലും മറ്റും അൻവറിനെ അനുകൂലിച്ച് പാർട്ടി അനുഭാവികളും പാർട്ടി അംഗങ്ങളും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുമൊക്കെ ചില പോസ്റ്റുകളും കുറിപ്പുകളും കമൻറ്റുകളും ഒക്കെ ഇടുന്നുണ്ട്. ഇത്തരത്തിൽ അൻവറിനെ തള്ളിപ്പറയുന്നതിലൂടെ അവർ സംഘടനാപരമായ രീതികൾക്ക് വഴങ്ങണമെന്ന നിർദ്ദേശം കൂടിയാണ് പരോക്ഷമായി CPIM നേതൃത്വം നൽകുന്നത്. അല്പം മുമ്പ് തൃശ്ശൂരിൽ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ വാർത്താസമ്മേളനം നടത്തിയും അൻവറിനെ തള്ളിപ്പറഞ്ഞു. എന്താണ് A. വിജയരാഘവൻ അൻവറിനെ തള്ളിപ്പറഞ്ഞൊരു വാർത്താസമ്മേളനം വിളിക്കാൻ കാരണം എന്നത് ഏറെ കൗതുകരമാണ്. കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിൽ ഇപ്പോൾ ചുമതലയുള്ള ആളല്ല A. വിജയരാഘവൻ. എങ്കിൽ പോലും A. വിജയരാഘവൻ അൻവറിനെ തള്ളിപ്പറഞ്ഞൊരു വാർത്താ സമ്മേളനം തൃശ്ശൂരിൽ നടത്തിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായിരിക്കുന്നു. കാരണം മലപ്പുറത്തു നിന്നുള്ള PV അൻവറിന് പിന്തുണ നൽകുന്നത് വിജയരാഘവനെ പോലുള്ള നേതാക്കന്മാരാണ് എന്ന് പാർട്ടി നേതൃത്വത്തിൽ അടക്കം പറച്ചിലുണ്ടായിരുന്നു. ഒരുപക്ഷേ അത്തരത്തിലുള്ളൊരു നിർദ്ദേശപ്രകാരമാകാം വിജയരാഘവൻ വാർത്താ സമ്മേളനം നടത്തിയെന്ന് വേണം അനുമാനിക്കാൻ. ശ്രീജിത്ത്, ശത്രുക്കൾക്ക് ആഹ്ലാദിക്കുന്ന വകവെക്കുന്നതാണ്, സർക്കാരിനെ ദുർബലപ്പെടുത്താൻ സഹായകരമായ നിലപാടുണ്ടാകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് വിജയരാഘവൻ പറയുന്നത്. അതായത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയുടെ ഒരു വാർത്താ സമ്മേളന രൂപത്തിലുള്ള അല്ലെങ്കിൽ വാക്കുകളായിക്കൊണ്ട് തന്നെ വിജയരാഘവൻ അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാടും വ്യക്തമാണ്. PV അൻവർ പക്ഷേ അതിന് പിന്നാലെ വീണ്ടും വാർത്താ സമ്മേളനം നടത്തി EMSനെ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ എന്നതിൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ കൗതുകമുണ്ട്. കാരണം PV അൻവർ ഇപ്പോഴും ഭരണപക്ഷത്ത് തന്നെ MLA ആയി തുടരുകയാണ്. പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി മുഖ്യമന്ത്രിയും അവിടെ തന്നെ തുടരുന്നു. എങ്ങനെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ എന്നതിൽ ഒരു കൗതുകമുണ്ട്. CPM എങ്ങനെയായിരിക്കും ഇതിനെ നേരിടാൻ പോവുക എന്നതുമുണ്ടല്ലോ. വിനിത, CPIMൻ്റെ സ്വതന്ത്ര MLA ആണ് PV അൻവർ. അദ്ദേഹത്തിന് സംഘടനാപരമായ ചട്ടക്കൂടുകളിൽ അല്ല അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി സ്വതന്ത്രമായ അഭിപ്രായം പറയാനും പ്രവർത്തിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ CPIMന് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതിലും പരിമിതിയുണ്ട്. എന്നാൽ CPIMന് ആകെ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് നിയമസഭാംഗമാണ്. പാർലമെൻ്ററി പാർട്ടി നിയമസഭാ കക്ഷിയിൽ അംഗമായി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിൻ്റെ മര്യാദകൾ, അതിൻ്റെ ആ സംവിധാനത്തിൽ പുലർത്തേണ്ട രാഷ്ട്രീയ മര്യാദകൾ പാലിക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിക്കാൻ മാത്രമേ CPIMന് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ CPIM എടുക്കുന്ന ഒരു സമീപനം അൻവർ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ അൻവർ നടത്തുന്ന പ്രതികരണങ്ങളും ഒക്കെ സർക്കാരിനും പാർട്ടിക്കും വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് ദുർബലപ്പെടുത്താൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ് എന്നതാണ്. അതുകൊണ്ടാണ് അൻവറിൻ്റെ പരസ്യ പ്രസ്താവനകളിലും മറ്റും പിന്തിരിയണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം. അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾക്ക്, പ്രത്യേകിച്ചും പോലീസുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വിഷയങ്ങൾക്ക് വലിയ തോതിൽ പാർട്ടിക്കകത്ത് സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലമായി CPIM പ്രവർത്തകർക്കോ
നേതാക്കന്മാർക്കോ പ്രാദേശിക നേതാക്കന്മാർക്കോ ഒരു ഇടതുപക്ഷക്കാർ എന്ന നിലയിൽ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല, നീതി ലഭിക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ പാർട്ടിയുടെ എല്ലാ തട്ടുകളിലും വളരെ സജീവമായ വിമർശനമാണ്. പ്രത്യേകിച്ചും പാർട്ടി സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഈ ഘട്ടത്തിൽ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് അൻവറിൻ്റെ ഈ പ്രതികരണങ്ങൾ വഴിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അൻവറിന് ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് തടയിട്ടുകൊണ്ട് ഇത്തരം ചർച്ചകൾ കൂടി തടയിടാം എന്നുള്ള ഒരു ചിന്ത, ആലോചന പാർട്ടി നേതൃതലത്തിലുണ്ട്. അതുകൊണ്ടാണ് അൻവറിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പിറക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർബന്ധിതമായത് എന്ന് വേണം കരുതാൻ. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് തിരുവനന്തപുരത്ത് നിന്ന്. ഏതായാലും അൻവറിന്റെ നിലപാടുകളെ, പരസ്യമായിട്ടുള്ള പ്രസ്താവനകളെ എല്ലാം പൂർണ്ണമായി തന്നെ തള്ളുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇറങ്ങിയ ശേഷം PV അൻവറിന്റെ പ്രതികരണത്തിനായി ശ്രമിച്ചപ്പോൾ അദ്ദേഹം പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനു മുന്നേ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പരാമർശം തന്നെ വേദനിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ADGPക്കെതിരായ അന്വേഷണം എവിടെ എത്തുമെന്നതിന്റെ സൂചനയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.